ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, നമ്മുടെ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിൻ്റെ 28ാമത്തെ സെഷനാണ്. ഇതിൽ നമ്മൾ ഇൻഡസ്ട്രിയൽ ഗുഡ്സിൻ്റെ ക്ലാസിഫിക്കേഷനാണ് നോക്കുന്നത്. അപ്പം ഇൻഡസ്ട്രിയൽ ഗുഡ്സ് എന്ന് പറയുമ്പം ഈ പറയുന്ന എൻഡ് യൂസേഴ്സ് എന്ന് പറയുന്നത് ഇൻഡസ്ട്രീസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അവർ ഈ ഇൻഡസ്ട്രിയൽ ഗുഡ്സ് പ്രോസസ്സ് ചെയ്തിട്ടാണ് ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ട് മാറ്റുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള ഇൻഡസ്ട്രിയൽ ഗുഡ്സിൽ ആദ്യം വരുന്നത് റോ മെറ്റീരിയൽസ് ആണ്. റോ മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മാനുഫാക്ചറിങ്ങിന് ബേസിക് ആയിട്ടുള്ള ഇൻപുട്സ് ആണ് റോ മെറ്റീരിയൽസ്. ഇത് ഉപയോഗിച്ചിട്ടാണ് ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ടാക്കുന്നത്. അത് നാച്ചുറൽ പ്രോഡക്ട്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ മാനുഫാക്ചർ പ്രോഡക്ട്സ് ഉണ്ടാവാം. നാച്ചുറൽ പ്രോഡക്ട്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ മിനറൽസ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, കോട്ടൺ, വീറ്റ്, ക്രൂഡ് പെട്രോളിയം, ടിമ്പർ, ഇതൊക്കെ നാച്ചുറൽ പ്രോഡക്ട്സ് ആണ്. റോ മെറ്റീരിയൽസ് മാനുഫാക്ചർ പ്രോഡക്ട്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ കെമിക്കൽസ്, സ്റ്റീൽ, പ്ലാസ്റ്റിക്, സിമെൻറ്റ്, ഫാബ്രിക്സ്, ഇതെല്ലാം മാനുഫാക്ചർ പ്രോഡക്ട്സും റോ മെറ്റീരിയൽ വരുന്നതാണ്. പിന്നെ ക്യാപിറ്റൽ എക്യുപ്മെൻറ്റ്സ്, നമുക്ക് നമ്മളുടെ ഓർഗനൈസേഷനിൽ ഉപയോഗിക്കുന്ന വലിയ വലിയ മിഷനറീസ്, അതിനെയാണ് നമ്മൾ ക്യാപിറ്റൽ എക്യുപ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. പ്രൊഡക്ഷനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഇപ്പം ലെയ്ത്ത്, ക്രെയിന്, ബുൾഡോസേഴ്സ്, സ്റ്റാമ്പിംഗ് മെഷീൻസ്, പ്രൊഡക്ഷൻ മെഷീൻസ്, ഇതെല്ലാം ക്യാപിറ്റൽ എക്യുപ്മെൻറ്റ്സിൽ വരുന്നതാണ്. ഇത് നമ്മൾ ലോങ് പീരീഡിലേക്ക് വേണ്ടിയിട്ടായിരിക്കും യൂസ് ചെയ്യുന്നത്, കോസ്റ്റ്ലി ആണ്. പിന്നെ ആക്സസറി പാർട്സ്, നമ്മൾ ഈ പറയുന്ന ലെസ് കോസ്റ്റ്ലി ആയിട്ട് നമ്മൾ ക്യാപിറ്റൽ എക്യുപ്മെൻറ്റ്സിൻ്റെ കൂടെ ഉപയോഗിക്കുന്നതായിരിക്കും ആക്സസറി പാർട്സ്. ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ, പ്രിൻ്റർ, പിന്നെ കമ്പ്യൂട്ടർ, ഹാൻഡ് ടൂൾസ്, മോട്ടേഴ്സ്, അങ്ങനെ ചെറിയ ചെറിയ എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഡെയിലി നമ്മളുടെ ഓഫീസ് ആക്ടിവിറ്റീസിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ആക്സസറി പാർട്സ് എന്ന് പറയുന്നത്. പിന്നെ കമ്പണൻറ്റ് പാർട്സ് എന്ന് പറയുമ്പോൾ ഈ ഫൈനൽ പ്രോഡക്റ്റിന് വേണ്ടി സപ്പോർട്ടീവ് ആയിട്ടുള്ളതാണ് കമ്പണൻറ്റ് പാർട്സ്. ഇപ്പോൾ ഒരു കാർ കമ്പനിയിലാണെങ്കിൽ അവരുടെ കമ്പണൻറ്റ് പാർട്സ് ഉപയോഗിക്കുന്നത് ടയേഴ്സ്, ബാറ്ററീസ്, ലാംപ്സ്, പിസ്റ്റൺസ്, റേഡിയേറ്റേഴ്സ്, എയർ കണ്ടീഷണേഴ്സ്, അല്ലേ? അപ്പോൾ അതൊക്കെ എന്താണ്, കമ്പണൻറ്റ് പാർട്സ് ആണ്. ഇതെല്ലാം അസംബിൾ ചെയ്തിട്ടാണ് കംപ്ലീറ്റ്ലി ഫിനിഷ്ഡ് ഐറ്റം നമ്മൾ പുറത്ത് കൊണ്ടുവരുന്നത്. ഓക്കെ, സോ ഇങ്ങനെയൊക്കെയുള്ളതാണ് നമ്മുടെ ഇൻഡസ്ട്രിയൽ ഗുഡ്സ് വരുന്നത്. ഇനി നമ്മളുടെ ഇൻഡസ്ട്രിയൽ ഗുഡ്സിൽ വരുന്നതാണ് സപ്ലൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ യൂഷ്വലി വളരെ ചെറിയ സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ എന്താ പറയുക, ഈ നട്ട്സ്, ബോൾസ്, ലൂബ്രിക്കൻസ്, സ്റ്റേഷനറീസ്, ലൈറ്റ് ബൾബ്സ്, ബ്രൂംസ്, ഇതൊക്കെ സപ്ലൈസിൽ പെടുന്നതാണ്. ഇത് നമ്മൾ ഏതെങ്കിലും ഫിനിഷ് ഗുഡ്സിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്, ഡയറക്റ്റ്ലിയും യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഇൻഡസ്ട്രിയൽ ഓർ പ്രൊഫഷണൽ സർവീസസ്, ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ആണ്. ഇപ്പം എൻജിനീയർ സർവീസ്, അഡ്വർടൈസിങ് ഏജൻസിയുടെ സർവീസ്, ലീഗൽ അഡ്വൈസറുടെ സർവീസ്, മാർക്കറ്റിംഗ് റിസർച്ച് ഏജൻസിയുടെ സർവീസ്, ഇതൊക്കെ നമുക്ക് നമ്മുടെ ഓർഗനൈസേഷന് വേണ്ടി വരുന്നുണ്ട്. അതും ഇൻഡസ്ട്രിയൽ ഇതിൽ പ്രൊഫഷണൽ സർവീസസ് ആയിട്ടാണ് വരുന്നത്. ഇനി നമുക്ക് എക്സാമിനൊക്കെ ചോദിക്കുന്ന ഒരു ഇതാണ്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കൺസ്യൂമർ ഗുഡ്സ് ആൻഡ് ഇൻഡസ്ട്രിയൽ ഗുഡ്സ് എന്നുള്ളത്. കൺസ്യൂമർ ഗുഡ്സ് ആൻഡ് ഇൻഡസ്ട്രിയൽ ഗുഡ്സ്, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഗുഡ്സ് എന്ന് പറയുന്നത് പ്രൊഡ്യൂസേഴ്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കൺസ്യൂമർ ഗുഡ്സ് കൺസ്യൂമേഴ്സ് ആണ് ഫൈനലായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇൻഡസ്ട്രിയൽ ഗുഡ്സിൻ്റെ ഡിമാൻഡ് കൺസ്യൂമർ ഗുഡ്സിൻ്റെ നിന്നാണ് ഡിറൈവ് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ കൺസ്യൂമർ ഗുഡ്സിൻ്റെ ഡിമാൻഡ് പ്രൈമറി ഡിമാൻഡാണ്, ഡയറക്റ്റ്ലി കൺസ്യൂമേഴ്സിൻ്റെ അടുത്ത് ഫോം ചെയ്യുന്നു. പിന്നെ നമ്മളുടെ ഇൻഡസ്ട്രിയൽ ഗുഡ്സ് ഫർദർ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് അവൈലബിൾ ആണ്, കൺസ്യൂമർ ഗുഡ്സ് ഫർദർ കൺസപ്ഷന് വേണ്ടിയിട്ട് അവൈലബിൾ ആണ്. നമുക്ക് ഇൻഡസ്ട്രിയൽ ഗുഡ്സ് ലാർജ് വോള്യൂമിലാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ കൺസ്യൂമർ ഗുഡ്സ് ഓരോ കസ്റ്റമേഴ്സും അവരുടെ ആവശ്യത്തിന് ലോ വോള്യൂമിലാണ് പർച്ചേസ് ചെയ്യുന്നത്. ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ നമ്മുടെ ഇൻഡസ്ട്രിയൽ ഗുഡ്സിന് വളരെ ചെറുതാണ്, പക്ഷേ കൺസ്യൂമർ ഗുഡ്സിന് ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ വലുതാണ്. ഇൻഡസ്ട്രിയൽ ഗുഡ്സിൻ്റെ കേസിൽ അഡ്വർടൈസ്മെൻറ്റ്, സെയിൽസ് പ്രൊമോഷനൊക്കെ ഒരു മൈനർ റോളാണ് ഫോം ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ കൺസ്യൂമർ ഗുഡ്സിന് അഡ്വർടൈസിങ്, സെയിൽസ് പ്രൊമോഷനൊക്കെ മേജർ റോളിൽ ഫോം ചെയ്യുന്നു. അതുപോലെ നമ്മളുടെ ഇൻഡസ്ട്രിയൽ ഗുഡ്സിൻ്റെ ബയേഴ്സ് വളരെ കുറവാണ്, പക്ഷേ കൺസ്യൂമർ ഗുഡ്സിൻ്റെ ബയേഴ്സ് കൂടുതലാണ്. ഇൻഡസ്ട്രിയൽ ഗുഡ്സ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മൾ ഫർദർ പ്രോസസ്സിങ്, ഫൈനൽ കൺസപ്ഷന് മുമ്പ് ഫർദർ പ്രോസസ്സിങ്ങിന് ആവശ്യമായിട്ട് വരുന്നുണ്ട്. കൺസ്യൂമർ ഗുഡ്സിന് ഫർദർ കൺസപ്ഷൻ ആവശ്യം വരുന്നില്ല, ഫർദർ പ്രോസസ്സിങ്ങിന് ആവശ്യമില്ല, അത് കൺസപ്ഷന് റെഡി ആയിട്ട് ഇരിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളൊരു കൺസെപ്റ്റാണ് പ്രോഡക്റ്റ് ലൈൻ എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളൊരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് ഗ്രൂപ്പിൽ ഒരു പ്രോഡക്റ്റ് മിക്സിൽ വരുന്നതാണ് പ്രോഡക്റ്റ് ലൈൻ എന്ന് പറയുന്നത്. ദ ബ്രോഡ് പ്രോഡക്റ്റ് ഗ്രൂപ്പ് വിത്തിൻ ദ പ്രോഡക്റ്റ് മിക്സ് ആർ കോൾഡ് പ്രോഡക്റ്റ് ലൈൻ. അതായത് ഒരു പ്രോഡക്റ്റ് മിക്സിൽ ഉള്ള പ്രോഡക്റ്റ് ഗ്രൂപ്പിനെയാണ് നമ്മൾ പ്രോഡക്റ്റ് ലൈൻ എന്ന് പറയുന്നത്. അത് നമുക്കിപ്പോൾ എക്സാമ്പിളൊക്കെ വെച്ച് പറയുമ്പോൾ കുറച്ചുകൂടി മനസ്സിലാവും. ഒരു പ്രോഡക്റ്റ് മിക്സിൽ വരുന്ന പ്രോഡക്റ്റ് ഗ്രൂപ്പിനെയാണ് പ്രോഡക്റ്റ് ലൈൻ എന്ന് പറയുന്നത്. ചിലപ്പോൾ ഇത് വൺ വേർഡൊക്കെ ആയിട്ട് ചോദിക്കാം. ദ ബ്രോഡ് പ്രോഡക്റ്റ് ഗ്രൂപ്പ്സ് വിത്തിൻ ദ പ്രോഡക്റ്റ് മിക്സ് ഇസ് കോൾഡ് പ്രോഡക്റ്റ് ലൈൻസ്. അപ്പോൾ ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന പ്രോഡക്റ്റ് ഗ്രൂപ്പ്സ് എന്ന് പറയുമ്പോൾ ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ്.
ഫിസിക്കലി സിമിലർ ആയിട്ടുള്ള പ്രോഡക്ട്സ് ഒരു കമ്പനി തന്നെ ഫോം ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ പ്രോഡക്റ്റ് ലൈൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ടോയ്ലറ്റ് സോപ്സ് ഒരു പ്രോഡക്റ്റ് ലൈനാണ്. അപ്പോൾ ആ ടോയ്ലറ്റ് സോപ്സിൽ തന്നെ എത്ര വെറൈറ്റി സോപ്സ് ഉണ്ടാക്കുന്നു, അതൊരു പ്രോഡക്റ്റ് ലൈൻ. അപ്പോൾ ഗോദ്രേജ് കമ്പനി ലൈൻ ഓഫ് പ്രോഡക്റ്റ് സോപ്സ് ഉണ്ടാക്കുന്നുണ്ട്. സിന്തോൾ, വിജിൽ, ഫ്രഷ്ക, ഗംഗ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സോപ്സ് ഉണ്ടാക്കുന്നുണ്ട്. ഇത് എന്താണ്, സോപ്പിൻ്റെ ഒരു പ്രോഡക്റ്റ് ഗ്രൂപ്പിൽ ഉള്ള പ്രോഡക്റ്റ് ലൈനാണ്. ഓക്കെ, സോ ഗോദ്രേജിന് വേറെയും പ്രോഡക്റ്റ്സ് ഉണ്ട്. അപ്പോൾ അതിൽ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് ഗ്രൂപ്പിനെയാണ് നമ്മൾ പ്രോഡക്റ്റ് ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ബജാജ് ഇലക്ട്രിക്കൽസ് അവർ ഫാന്, ഇലക്ട്രിക്കൽ ലാംപ്സ്, കേബിൾസ്, ഇലക്ട്രോണിക് അയൺസ്, ഹീറ്റേഴ്സ്, ട്രാൻസ്ഫോമേഴ്സ് അങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അത് ബജാജ് ഇലക്ട്രിക്കലിൻ്റെ ഒരു പ്രോഡക്റ്റ് ലൈനാണ് അല്ലേ. അവർ സിമിലർ പ്രോഡക്ട്സ്, കൺസ്യൂമർ ഇലക്ട്രോണിക്സിൽ സിമിലർ പ്രോഡക്ട്സ് അല്ലേ. കൺസ്യൂമർ ഇലക്ട്രോണിക്സ് എന്നുള്ള ഒരു ഗ്രൂപ്പിൽ വരുന്ന പ്രോഡക്ട്സ്, അതാണ് പ്രോഡക്റ്റ് ലൈൻ ബജാജ് ഇലക്ട്രിക്കൽസിൻ്റെ. പ്രോഡക്റ്റ് ഐറ്റംസ് എന്ന് വെച്ചാൽ എത്ര വ്യത്യസ്തമായിട്ടുള്ള ഐറ്റംസ് ആണ് ഒരു കമ്പനി ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഹിന്ദുസ്ഥാൻ യൂണിലിവർ എന്ത് ചെയ്യുന്നുണ്ട്, സോപ്പുകൾ ഉണ്ടാക്കുന്നുണ്ട്, കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ഉണ്ടാക്കുന്നുണ്ട്. അത് അവരുടെ പ്രോഡക്റ്റ് ഐറ്റംസ് ആണ്. ഓക്കെ, സോ ഇപ്പം ഹിന്ദുസ്ഥാൻ യൂണിലിവറിൻ്റെ നമ്മൾ നോക്കുകയാണെങ്കിൽ ലൈക്ക് ഈ പറയുന്ന സർഫ് എക്സൽ, ഇലക്ട്രിക് അയൺ, ഇതൊക്കെ അവരുണ്ടാക്കുന്നുണ്ട്. അപ്പം ഹിന്ദുസ്ഥാൻ യൂണിലിവറിൻ്റെ പ്രോഡക്റ്റ് ഐറ്റംസ് ആണ് ഇതൊക്കെ. സോപ്പ് ഐറ്റംസും ഉണ്ട്, കൺസ്യൂമർ ഇലക്ട്രോണിക്സും ഉണ്ട്. അപ്പം പ്രോഡക്റ്റ് ലൈൻ എന്ന് പറയുമ്പോൾ ഒരു പ്രോഡക്റ്റ് മിക്സിലെ പ്രോഡക്റ്റ് ഗ്രൂപ്പിൻ്റെ ആണ് നമുക്ക് പ്രോഡക്റ്റ് ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സോപ്പ് ഐറ്റംസ് സോപ്പ് വെറൈറ്റി എടുക്കുകയാണെങ്കിൽ അതിൽ എന്തൊക്കെ വെറൈറ്റി സോപ്സ്, അത് ഒരു പ്രോഡക്റ്റ് ലൈനാണ്. കൺസ്യൂമർ ഇലക്ട്രോണിക്സ് പറയുമ്പോൾ എന്തൊക്കെ കൺസ്യൂമർ ഇലക്ട്രോണിക് ഐറ്റംസ്, അതൊരു പ്രോഡക്റ്റ് ലൈനാണ്. ഇനി ഒരേ കമ്പനി തന്നെ കൺസ്യൂമർ ഇലക്ട്രോണിക്സും സോപ്പും ഡീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവരുടെ പ്രോഡക്റ്റ് ഐറ്റംസ് ആണ്. അപ്പോൾ ഈ പ്രോഡക്റ്റ് ലൈൻ നമുക്ക് ഒരു കമ്പനിക്ക് ഫോം ചെയ്യാനായിട്ട് എന്തൊക്കെ ഫാക്ടേഴ്സാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. അത് കൺസ്യൂമേഴ്സിൻ്റെ പ്രിഫറൻസ്, പിന്നെ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ സ്ട്രാറ്റജി ആൻഡ് ടാക്ടിക്സ്, പിന്നെ ഫേമിൻ്റെ കോസ്റ്റ് സ്ട്രക്ചർ, ഡിമാൻഡിൻ്റെ ചേഞ്ച്, ബൈയിങ് ഹാബിറ്റ് ആൻഡ് പാറ്റേൺസ്, മാർക്കറ്റിങ്ങിൻ്റെ ഇൻഫ്ലുവൻസ്, പ്രോഡക്റ്റിൻ്റെ ഇൻഫ്ലുവൻസ്, കമ്പനി ഒബ്ജക്റ്റീവ്സ്, പ്രോഡക്റ്റ് സ്പെഷ്യലൈസേഷൻ, പിന്നെ ലൈൻ മോഡേണൈസേഷൻ. ഒരു സോപ്പ് ഇൻഡസ്ട്രി, സോപ്പിൻ്റെ ഇതിൽ തന്നെ എത്ര വെറൈറ്റീസ് അവർക്ക് ഉണ്ടാക്കാനായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ബേസ് ചെയ്തിട്ടാണ് അവർ പ്രോഡക്റ്റ് ലൈൻ ഡിസിഷൻസ് ഫോം ചെയ്യുന്നത്. ഈ പ്രോഡക്റ്റ് ലൈൻ മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിൽ എത്ര വെറൈറ്റീസ് നമുക്ക് കൂട്ടാനോ കുറയ്ക്കാനോ പറ്റുന്നതിനെയാണ്, കൂട്ടാനോ കുറയ്ക്കാനോ ചെയ്യുന്നതിനെയാണ് പ്രോഡക്റ്റ് ലൈൻ മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. അത് നമ്മൾ ഉചിതമായിട്ട് ചെയ്യും. അപ്പോൾ പ്രോഡക്റ്റ് ലൈൻ കോൺട്രാക്ഷൻ ഉണ്ട്, പ്രോഡക്റ്റ് ലൈൻ എക്സ്പാൻഷൻ ഉണ്ട്. പ്രോഡക്റ്റ് ലൈൻ കോൺട്രാക്ഷൻ എന്ന് വെച്ചാൽ നമ്മളുടെ ഒരു പർട്ടിക്കുലർ വെറൈറ്റി ഓഫ് ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് ഗ്രൂപ്പിൽ വെറൈറ്റീസിൽ നമുക്ക് എണ്ണം കുറയ്ക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും വെറൈറ്റീസൊക്കെ വേണ്ടാന്ന് വയ്ക്കുക. ഓക്കെ, അപ്പം അതിനെയാണ് നമ്മൾ പ്രോഡക്റ്റ് ലൈൻ കോൺട്രാക്ഷൻ എന്ന് പറയുന്നത്. അതിനെ നമുക്ക് സിംപ്ലിഫിക്കേഷൻ എന്നുള്ള രീതിയിൽ പറയാം. ദാറ്റ് മീൻസ് നമ്മളുടെ പ്രോഡക്റ്റ് ലൈന് തിൻ ഔട്ട് ചെയ്യുകയാണ് നമ്മൾ. അപ്പം നമുക്ക് അത്ര അൺപ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഐറ്റംസ് ആയിരിക്കും നമ്മൾ ഇത്തരത്തിൽ എലിമിനേറ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, കർണാടക സോപ്സ് ആൻഡ് ഡിറ്റർജൻറ്റ്സ് ലിമിറ്റഡ് അവർ ഒരു ടോയ്ലറ്റ് സോപ്പ് ഇറക്കി, മൈസൂർ ഗോൾഡ് എന്ന് പറഞ്ഞത്. പക്ഷെ അതിന് വേണ്ടത്ര റെസ്പോൺസ് കിട്ടാത്തതുകൊണ്ട് അവർ ഏകദേശം 100 ടൺസ് ഓഫ് സോപ്പ് എന്ത് ചെയ്തു, മാർക്കറ്റിൽ നിന്ന് വിഡ്രോ ചെയ്തു. അതുപോലെ സ്റ്റാൻഡേർഡ് മോട്ടോഴ്സ് എന്ന് പറഞ്ഞ കമ്പനി, ഗെയ്സൽ, അതുപോലെ സ്റ്റാൻഡേർഡ് ഹെറാൾഡ് എന്നുള്ള കാഴ്സ് അവർ ഈ പറഞ്ഞ പോലെ വേണ്ടത്ര ഡിമാൻഡ് കിട്ടാത്തതുകൊണ്ട് സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് അത്ര അൺപ്രോഫിറ്റബിൾ അല്ലാത്ത പ്രോഡക്ട്സിനെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യിക്കുന്നതാണ്, അല്ലെങ്കിൽ അത് വേണ്ടാന്ന് വെച്ച് നമ്മളെ പ്രോഡക്റ്റ് ലൈൻ ചുരുക്കുന്നതാണ് പ്രോഡക്റ്റ് ലൈൻ കോൺട്രാക്ഷൻ. ഇനി പ്രോഡക്റ്റ് ലൈൻ എക്സ്പാൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡൈവേഴ്സിഫിക്കേഷൻ, നമ്മുടെ പ്രോഡക്റ്റ് ലൈൻ കൂട്ടാണ് ചെയ്യുന്നത്, പുതിയ വെറൈറ്റീസ് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് പ്രോഡക്റ്റ് ലൈൻ എക്സ്പാൻഷൻ. ഇപ്പോൾ ഫിലിപ്പ് കമ്പനി ബെസ്റ്റ് എക്സാമ്പിളാണ്. അവർ റേഡിയോസാണ് മാനുഫാക്ചർ ചെയ്തത്, പിന്നെ ഇലക്ട്രിക്കൽ ഗുഡ്സ് ഫീൽഡിലേക്ക് വന്നു, ടേപ്പ് റെക്കോർഡേഴ്സ് അങ്ങനെയൊക്കെയുള്ളത് വന്നു, പിന്നെ ഫൈനലി അവർ ടെലിവിഷനിലേക്ക് വന്നു. അതുപോലെ കോൾഗേറ്റ് പേസ്റ്റിൽ ഒരുപാട് വെറൈറ്റീസ് വന്നു. ഇപ്പോൾ റീസെൻ്റ്ലി കോൾഗേറ്റ് ജെല്ല് അവർ ഇറക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ റിക്കറ്റ് ആൻഡ് കോൾമാൻ കമ്പനി ഇപ്പോൾ പുതിയതായിട്ട് ഡെറ്റോൾ വെറൈറ്റീസ്, ഡെറ്റോൾ ടാൽക്കം പൗഡർ, ഡെറ്റോൾ എക്സ്ട്രാ സോപ്പ് അങ്ങനെ ഇറക്കിയിട്ടുണ്ട്. അതുപോലെ നിർമ്മ സോപ്പ് കമ്പനി അവർ ഒരു പുതിയ ടോയ്ലറ്റ് സോപ്പ് നിമ എന്ന് പറഞ്ഞിട്ടുള്ള പേരിൽ ഇറക്കിയിട്ടുണ്ട്. സോ ഇങ്ങനെ നമ്മൾ വളരെ ഇഫക്റ്റീവായിട്ട് വേണം പ്രോഡക്റ്റ് ലൈന് എക്സ്പാൻഷൻ അല്ലെങ്കിൽ കോൺട്രാക്ഷൻ നടത്തുന്നത്. അത് നമ്മളുടെ ഈ പറയുന്ന
ടാർജറ്റ് മാർക്കറ്റിനെയൊക്കെ ബേസ് ചെയ്തിട്ട് വേണം നടത്താനായിട്ട്. എപ്പോഴും അതിന് കൃത്യമായിട്ടുള്ള കെയറിങ് കൊടുത്തിട്ടാണ് ചെയ്യേണ്ടത്. കാരണം അല്ലെങ്കിൽ കാനിബാലൈസേഷൻ എന്ന് പറഞ്ഞ പ്രതിഭാസം അവിടെ ഉണ്ടാവും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഒരു പുതിയ വെറൈറ്റി പ്രോഡക്റ്റ് നമ്മളുടെ പ്രോഡക്റ്റ് ലൈനിൽ ഇറക്കിയിട്ട് ആ പുതിയ വെറൈറ്റി ഓൾറെഡി എക്സിസ്റ്റിംഗ് വെറൈറ്റിയുടെ സെയിലിനെ കാര്യമായിട്ട് ബാധിക്കുമ്പോൾ അതിനെയാണ് നമ്മൾ കാനിബലൈസേഷൻ എന്ന് പറയുന്നത്. ദറ്റ് മീൻസ് ദ പ്രോഡക്റ്റ് വൺ പ്രോഡക്റ്റ് ഇൻ എ പ്രോഡക്റ്റ് ലൈൻ ഈറ്റ് അവേ ദ സെയിൽ ഓഫ് ആണത്. ഇപ്പോൾ നമ്മൾ പുതിയ വെറൈറ്റി ഇറക്കി കഴിഞ്ഞപ്പോൾ ആൾക്കാർ പിന്നെ മൊത്തം ആ വെറൈറ്റിയുടെ പിന്നാലെ പോവുക. അപ്പോൾ നമ്മുടെ എക്സിസ്റ്റിംഗ് വെറൈറ്റിക്ക് സെയിൽ ഇല്ലാതാവുക. അങ്ങനെ ഒരു കാനിബലൈസേഷൻ്റെ ഒരു പ്രതിഭാസം ഇല്ലാത്ത രീതിയിൽ വേണം പ്രോഡക്റ്റ് ലൈൻ എക്സ്പാൻഷൻ നടത്താനായിട്ട് പ്രത്യേകിച്ചും. ഓക്കെ, സോ അത് എപ്പോഴും ശ്രദ്ധിച്ച് വേണം നമ്മൾ പ്രോഡക്റ്റ് ലൈൻ എക്സ്പാൻഷൻ പ്ലാൻ ചെയ്യാനായിട്ട്. ഓക്കെ, പിന്നെ നമ്മൾ ഈ പറയുന്ന പ്രോഡക്റ്റ് ലൈൻ മോഡിഫിക്കേഷൻസ് വരുത്തുന്നത് എക്സിസ്റ്റിംഗ് പ്രോഡക്ട്സിൽ വരുത്താറുണ്ട്. അത് നമ്മളുടെ കൺസ്യൂമേഴ്സിൻ്റെ ട്രെൻഡ്, ഫാഷൻ, പ്രിഫറൻസ് ഒക്കെ മാറുന്നതനുസരിച്ചിട്ടാണ്. അപ്പോൾ അത് മാനുഫാക്ചർക്ക് എസെൻഷ്യലായിട്ട് തോന്നിക്കഴിഞ്ഞാൽ മാനുഫാക്ചർ എന്ത് ചെയ്യുന്നുണ്ട്, എക്സിസ്റ്റിംഗ് പ്രോഡക്ട്സിൽ ചില മാറ്റങ്ങൾ വരുത്തുന്നു. അതിനെയാണ് നമ്മൾ മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പം പല ടി വി മാനുഫാക്ചറിങ് കമ്പനീസും എന്ത് ചെയ്യുന്നുണ്ട്, ടി വിസിൽ പല മോഡൽസും സ്റ്റൈൽസും അല്ല പുതിയ കുറേ ഫീച്ചേഴ്സൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റിലുള്ള ചേഞ്ചസ് ആണ്. പിന്നെ ക്വാളിറ്റി വേരിയേഷൻ, ചില പർട്ടിക്കുലർ സാഹചര്യങ്ങളിൽ മാനുഫാക്ചേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റിൽ ഡിഫറെൻറ്റ് ക്വാളിറ്റീസ് കൊണ്ടുവരുന്നുണ്ടാവും. ഇപ്പോൾ പെൻ മാനുഫാക്ചറേഴ്സ് മാർക്കറ്റിൽ പല ഡിഫറെൻറ്റ് ക്വാളിറ്റി ഓഫ് പെൻസ് ഡിഫറെൻറ്റ് പ്രൈസസിൽ ഇറക്കുന്നുണ്ട്. അതുപോലെ ഇങ്ങനെയുള്ള ആ ഒരു പ്രോസസ് ഓഫ് ചേഞ്ചിങ് ഇൻ ക്വാളിറ്റി എന്ന് പറയുന്നത് രണ്ട് രീതിയിലാണ്. ട്രേഡിംഗ് അപ്പ് ക്വാളിറ്റി ഉണ്ട്, ട്രേഡിംഗ് ഡൗൺ ക്വാളിറ്റി ഉണ്ട്. ട്രേഡിംഗ് അപ്പ് ക്വാളിറ്റി എന്ന് വെച്ചാൽ ഇൻട്രൊഡ്യൂസിങ് ഹയർ ക്വാളിറ്റി പ്രോഡക്റ്റ് ബൈ ദ മാനുഫാക്ചറർ. അതിനെയാണ് ട്രേഡിംഗ് അപ്പ് എന്ന് പറയുന്നത്, കുറച്ചുകൂടി ഹയർ പ്രൈസിൽ. അപ്പോൾ ഇത് ശരിക്കും മാനുഫാക്ചറർ നല്ല റെപ്യൂട്ടേഷനായിട്ട് ലോ ക്വാളിറ്റി പ്രോഡക്ട്സിൽ നല്ല റെപ്യൂട്ടേഷനായിട്ട് ഫോം ചെയ്ത് കഴിയുമ്പോഴാണ് അവർ ഹൈ ക്വാളിറ്റി ട്രേഡിംഗ് അപ്പ് പ്രോഡക്ട്സ് ഫോം ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ മാരുതി എസ്റ്റീം, മാരുതി സെൻ അല്ലേ, മാരുതി ഉദ്യോഗ് ലിമിറ്റഡിൻ്റെ ഇങ്ങനത്തെ കാർസൊക്കെ ഇതുപോലെ ട്രേഡിംഗ് അപ്പിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾസ് ആണ്. പിന്നെ ടാറ്റ എസ്റ്റേറ്റ് കാർ, ബജാജ് ബ്രവോ സ്കൂട്ടർ ഓഫ് ടെൽക്കോ, ഇതൊക്കെ നമുക്ക് ട്രേഡിംഗ് അപ്പിൻ്റെ എക്സാമ്പിളായിട്ട് കൺസിഡർ ചെയ്യാം. പിന്നെ ട്രേഡിംഗ് ഡൗൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻട്രൊഡ്യൂസിങ് ലോവർ ക്വാളിറ്റി പ്രോഡക്ട്സ് അറ്റ് എ ലോവർ പ്രൈസ്. ഓക്കെ, അപ്പം അവർ ഹയർ ക്വാളിറ്റി പ്രോഡക്ട്സ് ഉള്ള മാർക്കറ്റിൽ തന്നെ ലോ പ്രൈസ് ക്വാളിറ്റി പ്രോഡക്ട്സ് ഇറക്കുക. അതിനെയാണ് ട്രേഡിംഗ് ഡൗൺ എന്ന് പറയുന്നത്. ഇതും എന്താണ്, സെയിൽസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി തന്നെയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ മാനുഫാക്ചേഴ്സ് നല്ല റെപ്യൂട്ടഡ് ആയിട്ട് വന്ന് അവർ ഇപ്പോൾ സണ്ണി മുപ്പഡ് ബജാജ് ഇതിൻ്റെ, പിന്നെ ബൽസാറ ഹൈജീൻ പ്രോഡക്ട്സ്, ബബൂൾ റൂറൽ മാർക്കറ്റ്സിനൊക്കെ വേണ്ടിയിട്ടൊക്കെ ചെയ്തിട്ടുള്ളതും എക്സാമ്പിളാണ്.